1 കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട്. പുട്ടിൻ്റെ മാവാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചതിന് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം. മാവ് നല്ലോണം കുതിർത്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് മാറ്റി വയ്ക്കാം. 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം ഉരിഞ്ഞെടുക്കട്ടെ. ഓരോ ഏത്തപ്പഴം ഇങ്ങനെ 4ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോന്നും ഇത്രയും വലിപ്പത്തിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഒരു പുട്ട് വേവിക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഴം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്ത് വീണ്ടും പഴം ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഫൈനൽ കുറച്ച് പഴം കൂടെ വയ്ക്കാം. ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം.